തിരുവനന്തപുരത്തെ CPIM പ്രവർത്തകൻ അശോകൻ വധക്കേസിൽ 8 RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി. 8 പേരെ കോടതി വെറുതെ വിട്ടു. കേസിൽ 11 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. തിങ്കളാഴ്ചയാണ് വിധി പ്രസ്താവം. റിനു ശ്രീധരന്റെ വിശദാംശങ്ങളുമായി. റിനു, ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. മുഴുവൻ പ്രതികളും ഉണ്ടായിരുന്നതിൽ 8 പേരെ വെറുതെ വിട്ടു എന്ന് മനസ്സിലാക്കുന്നു. 8 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? വിധി പ്രസ്താവത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? 2013 മെയ് 5-നാണ് കാട്ടാക്കട അമ്പലത്തിൻകാല സ്വദേശിയും CPM പ്രവർത്തകനുമായിട്ടുള്ള അശോകനെ ഒരു സംഘം RSS പ്രവർത്തകർ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. തുടർന്ന് കാട്ടാക്കട പോലീസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി 19 പേർ പ്രതികളാണെന്ന് FIR രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ 2 പ്രതികൾ മാപ്പുസാക്ഷിയാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒരാൾ മരണപ്പെടുകയും ചെയ്തു. ബാക്കി 16 പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ 8 പേർ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കെടുക്കുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്നുള്ളത് ഇന്നിപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നു. കോടതി ഇവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും 8 പേരെ കോടതി വെറുതെ വിടുകയാണ് ചെയ്തത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശിക്ഷാവിധി ബുധനാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഇത് എന്നുള്ളത് കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. കാരണം ഇതിലൊരു കാരണമായി പറയുന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്നുള്ളത് പോലീസ് തന്നെ അന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള 1-ാം പ്രതിയായിട്ടുള്ള ശംഭു ഈ പലിശയ്ക്ക് പണം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഈ പലിശയ്ക്ക് പണം നൽകുകയും പണം തിരികെ ലഭിക്കാതെ വരുമ്പോൾ ആ പ്രദേശത്തെ, അതായത് അമ്പലത്തിൻകാല പ്രദേശത്തെ ജനങ്ങളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു. ഇത് അശോകൻ ചോദ്യം ചെയ്തിരുന്നു പലതവണ. CPM പ്രാദേശിക നേതാവ് എന്നുള്ള തരത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതാണ് വൈരാഗ്യത്തിന് കാരണമായി മാറിയത്. തുടർന്നാണ് അമ്പലത്തിൻകാല ജംഗ്ഷനിൽ വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസിൽ 19 പേരുണ്ടായിരുന്നു. 2 പേർ മാപ്പുസാക്ഷിയായി, ഒരാൾ മരണപ്പെട്ടു. ബാക്കി 16 പേരിൽ 8 പേർ ഇപ്പോൾ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത്.